പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് എത്തുമോ എന്നതാണ് ആകാംക്ഷ. അതുല്യ രാമചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം തന്നെയായിരുന്നു പാർലമെന്റിൽ ഉയർന്നു കേട്ടിരുന്നത്. ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിക്കാൻ തന്നെയാണ് സാഹചര്യം. ഏറെ നിർണായകം, ഇന്ന് അമിത്ഷാ മറുപടി നൽകുമോ എന്നതാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കാർത്തു, ഇന്നലെയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ഇത്തരത്തിൽ പാർലമെന്റിൽ വന്ന് മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണ്, അത് കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാണോ എന്നുള്ള രീതിയിൽ ഈ ഒരു വിവരം അറിയിച്ചത്. ദില്ലിയിലെ, അതായത് ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നീറ്റിനെതിരായ ക്രമക്കേടുകൾക്കെതിരായ സമരത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടിയിലാണ് പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുന്നത്. ആരാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിനെതിരെ ലാത്തികൾ ഉപയോഗിക്കാൻ, അതുപോലെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ, വയലൻസ് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയത്? അതിൽ ആഭ്യന്തരമന്ത്രി ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജൂൺ 20 പാർലമെന്റ് ആരംഭിച്ചത് മുതൽ ദിനം പ്രതി ഇത്തരത്തിൽ പാർലമെന്റ് സ്തംഭിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അമിത്ഷാ സഭയിൽ വന്ന് ഉത്തരം നൽകാൻ തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷം ബഹളം വയ്ക്കാതെ ആ പറയാനുള്ളത് മുഴുവൻ കേൾക്കണം, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. വളരെ നീണ്ട ഒരു ചർച്ചയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ചർച്ച ചെയ്യാനും അതിനുശേഷം മറുപടി നൽകാനും തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷം ശാന്തരായി കേൾക്കണം. അത് മാത്രമല്ല, അമിത്ഷാ ഉത്തരം പറയുമ്പോൾ പ്രതിപക്ഷം സാധാരണ ചെയ്യുന്നത് പോലെ ഓടി ഒളിക്കരുത് എന്നെല്ലാം ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. പക്ഷേ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി ഇന്ന് എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ എത്തിയിട്ടില്ലായിരുന്നു. ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത് മുതൽ, അതായത് ജൂൺ 20 ആരംഭിച്ചതാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. അന്ന് തൊട്ട് ഇന്ന് വരെ ആഭ്യന്തരമന്ത്രിയോ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോ പാർലമെന്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ, അതായത് ദിവസവുമുള്ള പ്രതിഷേധങ്ങൾക്കത് പാർലമെന്റിനകത്തും മാത്രമല്ല പാർലമെന്റിന് പുറത്ത് മഗർദ്വാറിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിട്ടും ഇത്രയും ദിവസമായിട്ടും പാർലമെന്റിലേക്ക് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരത്തിലൊരു മറുപടി പറയുന്നതിനായി ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം എന്തായാലും ഈ ഒരു നിർദ്ദേശത്തെ വലിയ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചർച്ച ചെയ്യുമെന്നും മറുപടി പറയുമെന്നും പറയുമ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയും പാർലമെന്റിൽ അത് തന്നെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും നിലവിൽ ഈ ഡൽഹിയിലെ CJP പ്രതിഷേധത്തിനെതിരായ നടപടിയിൽ മറുപടി പറയുക, അതുപോലെ തന്നെ അയോധ്യ സംഭാവന കൊള്ളയിൽ ചർച്ച ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിലടക്കം ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇന്നും നോട്ടീസ് നൽകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ആഭ്യന്തരമന്ത്രി സഭയിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അത് ഇരു സഭകളിലും കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് രാജ്യസഭയിൽ ടാക്സേഷൻ ബിൽ, അതായത് UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കുന്ന ബില്ല്, അത് നിലവിൽ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ മെർച്ചൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാത്രമേ ബാധകമാവൂ എന്നാണ് അവകാശപ്പെടുന്നത്. അത്തരത്തിൽ UPIക്ക് ഫീസ് ഈടാക്കുന്ന ബില്ല് ഇന്നലെയാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. അതും വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പ്രതിപക്ഷ MP മാർ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പ്രതിപക്ഷ MP മാർ ബില്ലിനെ എതിർത്ത് സംസാരിച്ചതിന് ശേഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ഏതാനും ബില്ലുകൾ മാത്രമാണ് സഭയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്നാക്കുന്ന ബില്ല്, അതുപോലെ തന്നെ ഈ നിലവിലെ UPIയുടെ ബില്ല്, അതുപോലെ തന്നെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് തുടങ്ങി ഏതാനും ബില്ലുകൾ മാത്രമാണ് സഭയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു സുപ്രധാന ബില്ല്, അതായത് ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു ബില്ലായിരുന്നു വിദേശ സംഭാവന നിയന്ത്രണ നിയമം. അതായത് FCRAയിലെ ഭേദഗതി കൊണ്ടുവരുന്നത്, വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിൽ നിയന്ത്രണവും ചട്ടക്കൂടുകളും കൂടുതൽ കർശനമാക്കുന്ന നിയമ ഭേദഗതി ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു ബില്ലിന്മേൽ അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്നുള്ള സർക്കാരിൻ്റെ നിർദ്ദേശം, കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തെ ഇന്ത്യ മുന്നണി MP മാർ തള്ളിക്കളയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിലെന്തായിരിക്കും തുടർ നീക്കം, ആ ബില്ലിൻ്റെ ഭാവി സംബന്ധിച്ച് എന്നായിരിക്കും ബില്ല് കൊണ്ടുവരിക, അവതരിപ്പിക്കുക മുതലായ കാര്യങ്ങളിലൊന്നും തന്നെ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇനി പാർലമെന്റിൻ്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ബാക്കിയുള്ളത് 2 ദിവസം മാത്രമാണ്. അതായത് ഓഗസ്റ്റ് 13 വരെയാണ് പാർലമെന്റിൻ്റെ വർഷകാല സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും സഭയിൽ ഇതുവരെ ഇരു സഭകളിലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു വിമർശനമായി അല്ലെങ്കിൽ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക്
മറുപടി ലഭിക്കേണ്ടതുണ്ട്. ആഭ്യന്തരമന്ത്രി എത്തും എന്നറിയിച്ചിട്ടുണ്ടെങ്കിലും എന്നാണ് എത്തുക, എപ്പോഴാണ് ചർച്ച നടത്തുക, അത് രാജ്യസഭയിൽ ഇത്തരത്തിൽ ലോക്സഭയിലാണ് ചർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോക്സഭയിലാണ് മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ലോക്സഭയിലും രാജ്യസഭയിലും പങ്കെടുക്കുമോ, എത്ര മണിക്കൂർ നീണ്ട ചർച്ചയായിരിക്കും, ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി എത്തും, മറുപടി പറയും എന്നുള്ളൊരു വാക്കാലുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് കിരൺ റിജിജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി സഭയിലെത്തുമോ, മറുപടി പറയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്തായാലും ഇന്നും പ്രതിഷേധിക്കാൻ ഉറച്ചു തന്നെ ആയിരിക്കും സഭയിലെത്തുന്നത്. സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയായിരിക്കും പോവുക. അതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയ പ്രതിപക്ഷ പ്രതിഷേധമാണ്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എത്തുന്നില്ല, ഇവർക്ക് പേടിയാണോ എന്ന തരത്തിലുള്ള ചോദ്യമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇത്ര ദിവസം പിന്നിടുമ്പോഴും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ നമുക്ക് പാർലമെന്റിൽ കാണാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇപ്പോൾ ഡൽഹിയിലുണ്ടായ പോലീസ് അതിക്രമമായിക്കോട്ടെ, അയോധ്യയിലെ സംഭാവന കൊള്ളയിലായിക്കോട്ടെ, പ്രതിപക്ഷം ചോദിക്കുന്ന ഉത്തരങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. പലവട്ടങ്ങളിലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇക്കാര്യം വിശദീകരിച്ചെങ്കിലും കൃത്യമായി പ്രതിപക്ഷം ചോദിച്ച ഉത്തരത്തിലുള്ള മറുപടിയല്ല ഉണ്ടായിരുന്നത്. ഇനി 2 ദിനങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി എത്തുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഇത്തരം ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കേന്ദ്രം നൽകാനുള്ള സാധ്യതയുണ്ടാകും. കാർത്തു, നിലവിൽ ഈ ഒരു വർഷകാല സമ്മേളനം ജൂലൈ 20 ആരംഭിച്ചപ്പോൾ മുതൽ ഈ ഒരു വിഷയത്തിൽ, അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികളില്ലായ്മ അല്ലെങ്കിൽ ഒരു അവ്യക്തത ഇല്ലായ്മയിലാണ് പ്രതിപക്ഷം ഏറ്റവും വലിയ ഒരു ആയുധമാക്കി തന്നെ പിടിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിനെതിരെ ഉപയോഗിക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധം അല്ലെങ്കിൽ തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട 2 പേരുടെ അസാന്നിധ്യം എന്ന് പറയുന്നത്. സമ്മേളനത്തിനിടയിൽ, അതായത് ഏറെക്കുറെ ഒരു 20 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന, 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനത്തിൽ ഒരു ദിവസം പോലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഏത് രീതിയിൽ ആലോചിച്ചാൽ പോലും അത്തരത്തിലൊരു അവരുടെ അസാന്നിധ്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു പാകപ്പിഴ തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു വലിയ വീഴ്ച തന്നെയാണ്. അതുതന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്ന ഉത്തരങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയിൽ നിന്നോ പ്രധാനമന്ത്രിയിൽ നിന്നോ ആണ്. പക്ഷേ അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകുമോ എന്ന കാര്യത്തിലുള്ള ഒരു അവ്യക്തത അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു മറുപടിയിലേക്ക് കേന്ദ്രം നീങ്ങാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ട പല കാര്യങ്ങളിലും, അതായത് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിന്മേലും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലുമെല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പലയാവർത്തി കേന്ദ്ര സർക്കാർ സഭയിൽ പറയുകയുണ്ടായി. മാത്രമല്ല സഭയിൽ 10 മണിക്കൂറിലധികം നീണ്ട ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. ഈ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിലടക്കം 10 മണിക്കൂറിലധികം നീണ്ട ഒരു ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ മറുപടി നൽകാൻ തയ്യാറാണ് എന്ന് കേന്ദ്രം അറിയിക്കുമ്പോഴും ആ മറുപടി നൽകേണ്ടത് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജുവോ അല്ലെങ്കിൽ JP നദ്ദയോ അതല്ലെങ്കിൽ രാജ്നാഥ് സിംഗോ ഇവരാരുമല്ല, മറിച്ച് പ്രധാനമന്ത്രിയിൽ നിന്ന് അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന്, അതായത് ഉത്തരവാദിത്തപ്പെട്ട 2 പേരിൽ നിന്നാണ് മറുപടി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും മറുപടി നൽകുന്നത് കിരൺ റിജിജുവാണ്. അദ്ദേഹം ലോക്സഭയ്ക്ക് ശേഷം രാജ്യസഭയിൽ പോയതിനു ശേഷം രാജ്യസഭയിലും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. CJP പ്രതിഷേധത്തിൻ്റെ കാര്യത്തിൽ, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ എല്ലാം തന്നെ അദ്ദേഹമാണ് രാജ്യസഭയിലും ലോക്സഭയിലും മാറി മാറി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും ജോൺ ബ്രിട്ടാസ് MPയും അടക്കമുള്ളവർ വലിയ രീതിയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ മറുപടി പറയാനായി 2 മണിക്ക് സഭ വീണ്ടും ചേർന്നതിന് ശേഷം ഇദ്ദേഹമാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. പക്ഷേ എന്തായാലും പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന മറുപടി എന്ന് പറയുന്നത് കേവലം ഒരു വിശദീകരണം നൽകുക എന്നതല്ല, മറിച്ച് ആഭ്യന്തരമന്ത്രി ഈ വിഷയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതായത് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ്, അതായത് ഈ പോലീസിൻ്റെയും RIFൻ്റെയും അതുപോലെ തന്നെ അർദ്ധസൈനികമായിട്ടുള്ള അല്ലെങ്കിൽ അർദ്ധ പോലീസ് വിഭാഗങ്ങളുടെയും എല്ലാം തന്നെ മേൽനോട്ടം, ചുമതല ഇതെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഈ പറയുന്ന
പറയുന്ന ആരോപണങ്ങൾ, ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം സ്വാഭാവികമായും ആ മന്ത്രിയാണ് ഏറ്റെടുക്കേണ്ടത്. ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ അത് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. മറുപടി ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഒരു വിശദീകരണം ആവശ്യപ്പെടുക എന്നതിലൂടെ കേവലം ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വാക്പോര അതല്ല പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മറിച്ച് അതാത് മന്ത്രിമാർ അതാത് പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ സഭയിലെത്തി ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിശദീകരണം, അതായത് സാഹചര്യങ്ങളുടെ രീതി കൊണ്ട് ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചതാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് ആക്രമിച്ചിരുന്നു, വിദ്യാർത്ഥികൾക്കിടയിൽ സാമൂഹിക വിരുദ്ധർ നുഴഞ്ഞു കയറി പോലീസിനെ ആക്രമിച്ചതുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളൊരു വിശദീകരണം ലഭിച്ചാൽ പോലും അതല്ല വേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ശരി, എന്തായാലും ഇന്നും പ്രതിഷേധത്തിന് തന്നെയാണ് പാർലമെന്റിൽ സാധ്യത. വലിയ രീതിയിലുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുന്നത് വരെ പ്രതിഷേധം തന്നെയായിരിക്കും സഭയിൽ ഉണ്ടാവുക. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചയൻസ് ഗോൾഡ്.